തുടർച്ചയായിട്ടുള്ള അപ്ഡേറ്റുകളാണ് എമ്പുരാനെ പറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാഴ്ചക്കാലം യാതൊരു അനക്കവുമില്ലാതെ കിടന്ന എമ്പുരാൻ്റെ ടീമിൽ നിന്ന് തുടർച്ചയായുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ലൈക്ക ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഫ്രീ ഗോകുലം ഗോപാലൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഈ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നു എന്നും നമ്മൾ അറിയാൻ പറ്റുന്നു. ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. റിലീഫിൻ തീയതി ഒരു കാരണവശാലും മാറ്റില്ല. അത് മാർച്ച് 27 തന്നെ റിലീഫ് ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അതുപോലെ ഇതിൻ്റെ ഷോ ടൈം എത്ര മണിക്കായിരിക്കും എന്ന് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അമേരിക്കയിൽ ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. അവിടെ 5:30 മണിക്കാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 5:30 മണിക്ക് തന്നെ ആയിരിക്കാം കേരളത്തിലും സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഫ്രീ ഗോകുലം മൂവീസിൻ്റെ മിക്കവാറും എല്ലാ ചിത്രങ്ങളും വിതരണത്തിനെടുക്കുമ്പോൾ അവർ വെളുപ്പാങ്കാലത്തൊക്കെ തന്നെ ചിത്രം റിലീഫാകാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം വിജയുടെ ചിത്രങ്ങളായാലും 4 മണി, 4:30, 5 മണി അങ്ങനെയുള്ള ടൈമിലാണ് അവർ ചിത്രങ്ങൾ സാധാരണ റിലീഫാകുന്നത്. അങ്ങനെ നോക്കിയാലും ചിത്രം ഏകദേശം 4 മണി തൊട്ട് ഏത് നിമിഷവും കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അമേരിക്കയിൽ ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നത് 5:30 മണിക്കായതുകൊണ്ട് കേരളത്തിലും ഒരുപക്ഷെ 5:30 മണിക്ക് തന്നെയായിരിക്കാം ചിത്രം റിലീഫ് ആകുന്നത്. അങ്ങനെയെങ്കിൽ ലിയോയുടെ കളക്ഷൻ ഈ എമ്പുരാൻ തകർക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലിയോയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ തുടർച്ചയായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മാർച്ച് 27 വരെ മലയാള സിനിമ എമ്പുരാനെ ചുറ്റിപ്പറ്റി തന്നെ സഞ്ചരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർച്ച് 27 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എമ്പുരാൻ റിലീഫ് ചെയ്യുക തന്നെ ചെയ്യും. അത് ആൻ്റണി പെരുമ്പാവൂർ എന്ന് വരുന്ന ആ നിർമ്മാതാവിൻ്റെ ഒരു വിജയം കൂടിയായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെ തന്നെ ആയാലും മലയാളത്തിലെ പ്രേക്ഷകർ ഈ ചിത്രം സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഫ്രീ ഗോകുലം ഗോപാലൻ ഈ ചിത്രത്തിലേക്ക് വന്നപ്പം നമ്മളെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു മലയാളിയുടെ നിർമ്മാണ കമ്പനിയാണല്ലോ ഈ ചിത്രത്തിലേക്ക് വന്നിരിക്കുന്നത്. അതറിയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എമ്പുരാന് മുകളിൽ നീങ്ങിയങ്ങളെല്ലാം മാറി ഒരു തെളിഞ്ഞ അവസ്ഥയിലേക്ക് എമ്പുരാൻ തിയേറ്ററിലേക്ക് എത്തുന്നു എന്ന് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. അപ്പം പുതിയ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക,